പ്രിയയുടെ സ്റ്റൈലിംഗിനായിരിക്കും ഇന്ന് റേറ്റിംഗ്. എല്ലാരും മാർക്ക് ഇടണം. ഓക്കെ, ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. നമ്മൾ ഒരു ഹാപ്പി സ്റ്റോറിലാണ്. പക്ഷേ ഇന്നത്തെ ഒരു ഹാപ്പി സ്റ്റോറിൻ്റെ വ്ളോഗിന് ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ എല്ലാ മാസവും മോഡൽസിനെയും ഒക്കെ വെച്ച് റീൽ ഷൂട്ട്സും യൂട്യൂബ് ഷൂട്ട്സൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ഇത്തവണ വിചാരിച്ചു നമുക്ക് കുറച്ച് പുതിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, സാരീസും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബാങ്കോക്ക് ഫാഷൻ്റെ പുതിയ ഷിപ്മെൻറ്റ് ആസ് ഓഫ് നൗ 27th or 28th എത്തും. അടുത്ത മാസം ഒരു ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്ക് നമുക്ക് ഷോപ്പിൽ വെക്കാം എന്നാണ് ഉള്ള ഒരു ഐഡിയ. ടാക്സ് ഒക്കെ കൊടുത്ത് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ക്ലിയർ ആയി വരും എന്നുള്ള രീതിയിൽ. പക്ഷേ അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫുകളെ വെച്ച് തന്നെ ഇവിടുത്തെ സാധനങ്ങൾ ഉപയോഗിച്ച് സ്റ്റൈൽ ചെയ്യാം. പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് മോഡൽ, സാധാരണയായിട്ടുള്ള കുട്ടികൾക്കും ലേഡീസിനും ഒക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷനാണ്, അഫോർഡബിൾ ആയിട്ട്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു വ്ളോഗ് ആയിരിക്കും. ഐ തിങ്ക് സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ഡിഫറെൻറ്റ്. മോഡൽസിനൊക്കെ സ്റ്റൈൽ ചെയ്യാൻ കുഴപ്പമില്ല, കാരണം അവർക്ക് യൂസ്ഡ് ആണ് സ്റ്റൈൽ ക്യാരി ചെയ്യാനും ഡ്രസ്സ് ക്യാരി ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവമാണ്. ഇത് സാധാരണ കുട്ടികളെ നമുക്ക് OHF സ്റ്റോറിലെ ഡ്രസ്സുകൾ ഉപയോഗിച്ചും ജ്വല്ലറി ഉപയോഗിച്ച് സ്റ്റൈൽ ചെയ്യാം. സ്റ്റൈലിസ്റ്റ് ആരായിരിക്കും? പ്രിയ മോഹൻ. ഓക്കെ, ഇന്ന് പ്രിയ ഓണർ അല്ല, സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്താണ് പ്ലാൻ എന്ന് പറയുന്നത്? ഇന്ന് നമ്മൾ 3 ടൈപ്പ് ഔട്ട്ഫിറ്റ്സ് ആണ് ട്രയൽ ചെയ്യാൻ പോകുന്നത്. സ്റ്റാഫാണ് നമ്മുടെ മോഡൽ. അപ്പോൾ സാരി ഉണ്ട്, കഫ്താൻ ഉണ്ട്, സൽവാർ ഉണ്ട്. അവിടെ വെച്ച് കാണിക്കാം. ഞാൻ സാരി സെക്ഷനിലേക്ക് കൊണ്ടുപോകാം നിങ്ങളെ. ഇതാണ് നമ്മുടെ സാരി സെക്ഷൻ. സാരി സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിവിശാലമായ ഷോറൂമാണ്. നമുക്ക് ഇങ്ങനത്തെ കോട്ടൺ സാരീസ് ഉണ്ട്, കുറച്ചിട്ട് ഇങ്ങനത്തെ ഫാൻസി സാരീസ് ഉണ്ട്, പിന്നെ എന്താ ഇവിടെ ഇങ്ങനത്തെ കുറച്ച് നല്ല എലഗന്റ് ആയ ത്രെഡ് വർക്ക് സാരീസ് ഉണ്ട്. പിന്നെ എന്താ ഇവിടെയും കുറച്ച് പട്ട് മാരത്തല്ല, ഹാൻഡ്ലൂമും പട്ടും കൂടെ ചേർന്നുള്ളത് ഇങ്ങനത്തെ നല്ല ലിനൻ സാരീസ് ഉണ്ട്. അപ്പൊ ഏത് ടൈപ്പ് സാരീസ് ആയിരിക്കും ഇന്ന് സ്കൂളിൽ സ്റ്റൈൽ ചെയ്യുന്നത്? കാരണം നമ്മുടെ ഉള്ള ബ്ലൗസ് വെച്ചാലേ പറ്റുള്ളൂ. അവിടെയാണ് കാര്യം. അപ്പോൾ ഞാൻ സ്റ്റാഫിന്റെ കയ്യിലുള്ള ബ്ലൗസും എന്റെ കയ്യിലുള്ള ബ്ലൗസും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉടുക്കാൻ പോണേ. അപ്പൊ ആ ബ്ലൗസിനോട് മാച്ച് ചെയ്ത സാരി ആയിരിക്കും നമ്മൾ ഉടുക്കുന്നത്. അപ്പൊ ആദ്യം അവർ സാരി ഉടുത്ത് വന്നതിന് ശേഷം നമ്മൾ ഈ ജ്വല്ലറി ഏതാന്ന് വെച്ചാൽ അതിനെ മാച്ച് ചെയ്ത് സെലക്ട് ചെയ്ത് ഞാൻ കൊടുക്കും അവർക്ക്. മിക്കവാറും എങ്ങനത്തെ ആയിരിക്കും? ഇപ്പൊ എടുത്തിരിക്കുന്ന ഒരു ഫാൻസി സാരി പോലത്തെയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ തന്നെ ജ്വല്ലറി ആയിരിക്കും മിക്കവാറും. ഇട്ട് വരുമ്പോ കാണാം. പ്രിയയുടെ സ്റ്റൈലിംഗിനായിരിക്കും ഇന്ന് റേറ്റിംഗ്. എല്ലാരും മാർക്ക് ഇടണം. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു പ്രിയ ഡയലോഗ് പറഞ്ഞു ഇട്ട ടീഷർട്ടാന്ന് തോന്നുന്നു. എന്താ? ഓ പിന്നെ എപ്പോഴും പറയാറുള്ളതാ. ഇതൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യും പ്രിയ. നോക്ക് സുകുമാരി അമ്മ ആണോ, ബാഡ് ആസ് പ്രോബ്ലം സോൾവർ. എന്താ മോൻ ജിജി ഐ വിൽ സീ ടു ദിസ്. ഓ അത് കൊള്ളാലോ. ഓക്കെ, അപ്പൊ ഇതല്ല, ഇനി അടുത്തത് കുർത്താസ് ആയിരിക്കും. കുർത്താസ് ആണ്. ഇനി അടുത്തത് സൽവാസ് ആണ്. എങ്ങനത്തെ, പാർട്ടി വെയർ ആണോ ഡെയിലി വെയർ ആണോ? രണ്ടും മിക്സ് ചെയ്താണ് ഞാൻ ഇടാൻ പോണേ. ഇതൊക്കെ ഡെയിലി വെയർസും ഒക്കേഷൻ വെയർസ് ഒക്കെ ഉണ്ട്. പിന്നെ പാർട്ടി വെയർ സൽവാസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കണ്ടോ, ഇങ്ങനത്തെ ഡ്രസ് കാണിക്കണ്ട, അത് ഇടുമ്പോ നമുക്ക് കാണിക്കാം. പിന്നെ ഇവിടെ കുറച്ച് പാർട്ടി വെയർ സൽവാസ് ഉണ്ട്. ഇവിടെയും ഇതുമാതിരി കുറച്ച് പാർട്ടി വെയർ സൽവാസും സാരീസും ഉണ്ട്. പിന്നെ അപ്പുറത്തും കുറച്ച് നല്ല സൽവാസ് ഉണ്ട്. ഞാൻ സൽവാസ് ഇട്ട് കാണിക്കുമ്പോഴേ അതിന്റെ ഭംഗി അറിയാം. അതിലൂടെയും ജ്വല്ലറീസ് കാണും. ഈ ജ്വല്ലറീസ് ആയിരിക്കോ? അത് നമ്മൾ ഓരോന്ന് ഇട്ട് നോക്കിയാലേ അത് മാച്ച്. അതുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ ഡ്രസ് ചെയ്യുമ്പോൾ സമയം എടുക്കുന്നത്. മനസ്സിലായ? ഡ്രസ് ഇട്ട് ഓരോ എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് പറയാ. ഷോപ്പ് തുടങ്ങിയ പിന്നെ ഓരോ കമ്മലൊക്കെ മാച്ച് ആണോ എന്ന് ഇട്ട് നോക്കണം. ഓക്കെ, അപ്പൊ ഡ്രസ് കുർത്തീസ്. ഇനി എന്താ അടുത്തത് വരുന്നത്? കഫ്താൻസ്. ഓക്കെ, പിന്നെ ഫൈനൽ ആയിട്ട് കഫ്താൻസ്. പ്രിയയുടെ സാധനങ്ങൾ കാണും അല്ലേ? കഫ്താൻസ് ഈസി കഫ്താൻസ് ഉണ്ടാവും. അതും ഓരോരുത്തർക്ക് ചേരുന്ന അനുസരിച്ചിട്ട് വേണം എടുക്കാൻ. നമ്മുടെ മെറ്റേണിറ്റി വെയർ ഇപ്പൊ കുറെ പേര് കഫ്താൻസും ഡ്രസ്സസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അമ്മയൊക്കെ എക്സാമ്പിൾ ആണ്. അപ്പൊ കഫ്താൻസും കാണും. പക്ഷെ കഫ്താൻസിന്റെ ജ്വല്ലറി ആണോ?
അത് കാണൂല, അത് അത്രയും മിനിമൽ ആയിട്ട് വെക്കണം. കമ്മല് പോലും കാണില്ല. കമ്മല് മാത്രം ഇടും, മാല ഇടില്ല പൊതുവെ കഫ്താൻസിന്. ഓക്കെ, ഉള്ളി കമ്മല്. ജൂത്തീസ് കാണും ഇതിന്റെ കൂടെ ഒക്കെ. ജൂത്തീസ്, ബാഗ്സ് കാണും. പറയാൻ പറ്റില്ല, ഇട്ട് വരുമ്പോ അറിയാം. എന്നാ തുടങ്ങിക്കോ. ഞാൻ കണ്ടു കുറച്ച് ഒരുങ്ങുന്നത്, ആളെ കണ്ടിട്ട് മനസ്സിലായില്ല. കസ്റ്റമർ അതാണ് നമ്മുടെ യൂണിഫോം ഒക്കെ മാറി സാരി കൊടുത്തപ്പോ ആള് മാറിപ്പോയി. എനിക്കൊന്ന് യൂണിഫോം മാറ്റാറായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടാ. പുതിയ ടൈപ്പ് യൂണിഫോം കൊടുക്കണം, ഇവിടെ ട്രൂ പൊട്ടൻഷ്യൽ വെളി വരുത്തണം. ഇത് ഉടുപ്പിക്കാൻ പെട്ട പാട്. ആദ്യം ആളെ പരിചയപ്പെടുത്താം. ആളെ തന്നെ നമുക്ക് ജോ, ലൈവ് ഷോപ്പിങ്ങിന് വരുന്ന ജോ ആണ് ഈ കോലത്തിൽ നിൽക്കുന്നത്. ജോ ഇങ്ങനെ ഇരിക്കുമല്ലേ? ഇങ്ങനെയും ജോനെ കാണാൻ പറ്റും. ഇതാണ് ശരിക്കുള്ള കോലം. അപ്പൊ ഇത് സാരി ഉടുപ്പിച്ചിരിക്കുന്നത്, ബ്ലൗസ് ഒക്കെ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ചെയ്തിരിക്കുകയാണ്. ഓരോ സ്റ്റാഫിന്റെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറി മാറി ഇട്ടിരിക്കുന്നത്. ഇത് ചിന്നോൺ ഫാബ്രിക്കില് ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന വർക്കാണ്. ഇത് ഫുൾ ബോഡിയിലൊന്നുമില്ല വർക്ക്, ഉള്ളി ബോർഡറിൽ മാത്രമേ വർക്ക് ഉള്ളൂ. ഇവിടെ നിന്ന് എടുക്ക്, അടീന്ന് എടുത്ത് മുകളിലോട്ട് വാ കേട്ടാ. പിന്നെ എല്ലാം ഞാൻ സ്റ്റൈൽ ചെയ്തിരിക്കുന്നതാണ്, അതായത് മേക്കപ്പും ഹെയറും മാത്രം ഇല്ല, ബാക്കിയെല്ലാം ഒരു ഹാപ്പി സ്റ്റോർ ആണ്. അതെ, കമ്മല് നമ്മുടെ ബ്രാൻഡിന്റെ കമ്മല് മാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഗോൾഡൻ വർക്ക് വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ ഗോൾഡൻ തന്നെയാ കമ്മൽ എടുത്തിരിക്കുന്നത്. പിന്നെ അധികം വളയൊന്നും ഇല്ലാതെ ഒരു സ്റ്റേറ്റ്മെന്റ് ബാങ്കിളാ കൊടുത്തിരിക്കുന്നത്, ഒറ്റ പീസ്. ഇത് സ്റ്റേറ്റ്മെന്റ് ബാങ്കിള്, അതിന്റെ കൂടെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയ ഒരു പീസ്, റിംഗ് പീസ്. അപ്പൊ അത് എടുത്ത് കാണാൻ കേട്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോഡല്, ഫസ്റ്റ് ലുക്ക് സാരിയുടെ. എങ്ങനെയുണ്ട് ജോ? ഇത് ആക്ച്വലി ഒരു പാർട്ടി വെയർ കം എന്റെ കല്യാണത്തിന്, ബർത്ത്ഡേ ഫംഗ്ഷന്. എന്താ വെച്ചാൽ സാരി ബോഡി പ്ലെയിൻ ആണല്ലോ. ഞാൻ ഒരു പൊട്ട് വെച്ചു, കുളമായി പറഞ്ഞു മാച്ച്. ഞാൻ നല്ല നീളത്തിന് ഒരു നല്ലൊരു ഫാഷനബിൾ ആയിട്ടുള്ള ഒരു വടി വെച്ചതാ. അപ്പൊ ജോനായി നല്ല കളറും അല്ലേ, കളർ നന്നായിട്ട് ജോയിനും നന്നായിട്ട് ചേരുന്നുണ്ട്. അപ്പൊ നല്ല ഭംഗിയുണ്ട്. അപ്പൊ കോസ്റ്റ്യൂം നമ്മൾ 1 റേറ്റിംഗ് കൊടുക്കണം. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഇൻഹൗസ് സ്റ്റൈലിസ്റ്റ് ഉണ്ട്. ഇവിടെ ചോദിച്ചാൽ മതി, നിങ്ങളുടെ സ്കിൻ ടോണും നിങ്ങൾക്ക് ഒപ്പീനിയൻസും മെറ്റീരിയൽസും ഒക്കെ ചോദിക്കണമെങ്കിൽ നമുക്ക് ആൾക്കാരുണ്ട്. സോ ഇതുപോലെയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ കോസ്റ്റ്യൂം നമ്പർ 2 എനിക്ക് ആൾക്കാരെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല കേട്ടാ. എനിക്കത് ഏറ്റവും ബെസ്റ്റ് സെയിൽസ്, സെൽഫ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇവരെ ഡ്രസ് ചെയ്യിപ്പിച്ച് നിർത്തുന്നതാണ്. ഡെയിലി വന്ന് ഓരോ ഡ്രസ് ഇട്ട് വെക്കുക, ആൾക്കാരെ മാറിപ്പോയി. വന്നിട്ട് കസ്റ്റമർ എനിക്ക് ഈ സാരി വേണം, ആ കമ്മല് വേണം, ഈ കമ്മല് വേണം, ഇത് വേണം, ഈ റിംഗ് വേണം. അപ്പൊ ആളും പരിചയപ്പെടുത്ത്. അതെ, ഇത് നമ്മുടെ വിഷ്ണുപ്രിയ. വിഷ്ണുപ്രിയ നമ്മളെ റീലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെ നമ്മുടെ പോസ്റ്റർ കാണിക്കുന്ന. അപ്പൊ വിഷ്ണുപ്രിയയുടെ ബ്ലൗസ് വിഷ്ണുപ്രിയ ബ്ലാക്ക് കൊണ്ടുവന്നുകൊണ്ട് അതിനോട് മാച്ച് ചെയ്ത് ഞാൻ ഒരു ഓർഗൻസ സാരി, ഓർഗൻസയിൽ കട്ട് ബീഡ് വർക്ക് വെച്ചിരിക്കുകയാണ്. അത് കണ്ടോ, കട്ട് ബീഡ്സിന്റെ വർക്കാണ് മൊത്തം ബോർഡറിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതും സാരി പ്ലെയിൻ ആണ്. സോ അധികം എന്താ പറയാ, ജിഗിജിഗ അല്ല, നോർമൽ ക്ലാസി ഒരു പാർട്ടി വെയർ. പക്ഷെ അതിന് വേണ്ടി ജിഗിജിഗ ചെവിയിലുണ്ട്. അതെ, അപ്പൊ ഞാൻ അതിനോട് മാച്ച് ചെയ്ത് ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഇവിടെ വർക്ക് വരുന്നോണ്ട് മാല ഇട്ടാല് ഇതിന്റെ ഭംഗി പോവും. അപ്പൊ മാലയിലായിരിക്കും നമ്മൾ നോട്ടം വരിക. അപ്പൊ നമ്മള് ഇങ്ങനത്തെ വർക്കുള്ള സാരീസിന് മാല ഇടാറില്ല, കൂടുതൽ കമ്മലിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ കമ്മല് മേടിക്കണം, കുറച്ച് വലിയ കമ്മൽ, ഇങ്ങനത്തെ തൂങ്ങുന്ന കമ്മൽ ഇടുമ്പോഴും മാല ഇടാൻ പാടില്ല. ഓക്കെ, കേട്ടല്ലോ. മോതിരം, പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പീസ്, ഒരു വേറെ കളർ കൊടുത്ത് എന്താന്ന് വെച്ചാൽ എല്ലാം ബ്ലാക്ക് ആവണ്ടല്ലോ. അപ്പൊ ഒരു ചേഞ്ചിന് വേറൊരു കളർ ഗ്രീൻ എടുത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടോ ഔട്ട്ലുക്ക്? നല്ല ഫോട്ടോസ് എടുത്തു തരാം കേട്ടോ നമ്മള്. അപ്പോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ലുക്ക് പാർട്ടി വെയർ സാരീസില്. ഏറ്റവും ഇഷ്ട ലുക്ക് ഏതാന്ന് കമന്റ് ചെയ്യണം ആൾക്കാര്. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ പുതിയ 2 അഡീഷൻ പറ. അതെ, നമ്മുടെ പുതിയ 2 ബ്രാൻഡ്സിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണേ. ആദ്യത്തെ ബ്രാൻഡ് നമ്മുടെ ബട്ടൺ ആൻഡ് ലേസ്. ബട്ടണും ലേസും വെച്ച് കളിച്ച് അല്ലേ, ബെഡ്ഷീറ്റ്സും കുഷൻസ് കവേഴ്സും ടിഷ്യൂ ബോക്സിന്റെ കവേഴ്സും ഒക്കെ ഉണ്ട്. അവരുടെ തന്നെ ആണ് ഈ ഇതും, അവരുടെ മോൾഡ് ആണ് ആക്ച്വലി ഇത്. അതാണ് ഹാൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കുറെ പേർക്ക് അറിയായിരിക്കും, കാരണം ഇതിന്റെ മോഡല്
അതെ, നമ്മൾ ആഹാനയാണ് ഇതിന്റെ മെയിൻ മോഡൽ. ആനയുടെ പേജിൽ പോയി നോക്കിയാൽ അറിയാം ഇതിന്റെ കുറേ ഔട്ട്ഫിറ്റ്സിന്റെ പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവർക്കും ഇതുമാതിരി നല്ല ജയ്പൂർ പ്രിന്റ്സിന്റെ വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമവേഴ്സ് മാത്രമല്ല അഫോർഡബിളും, നല്ല അഫോർഡബിൾ ആണ്. ഇത് കണ്ട സമവേർ സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പും ബോട്ടും ഉണ്ട്. ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് എ ടോപ്പ്. അപ്പോൾ ഇങ്ങനത്തെ സമവേഴ്സ് ആണ് കൂടുതലും ഇവരുടെ കളക്ഷൻസ്. ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ ആഹാനായിട്ട് കണ്ടിട്ടുണ്ട് പേജില്. നല്ലതല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ, ഭയങ്കര എയറിയാണ് ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ്. അപ്പോൾ ഇങ്ങനത്തെ ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇങ്ങനത്തെ ചിക്കൻ കറി സൽവാസും അവർക്ക് അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ഈ മാസം വന്ന ഒരു പുതിയ ബ്രാൻഡാണ്. നമ്മുടെ എക്സിബിഷനും ഉണ്ടായിരുന്നു, ഹാൻഡ് ക്രാഫ്റ്റ് ബൈ ബട്ടൺ ആൻഡ് ലേസ്. നെക്സ്റ്റ് നമ്മുടെ ബ്രാൻഡ്, പുതിയ ബ്രാൻഡ് ട്രിയോ മിറാക്കി എന്ന് പറയുന്ന ബ്രാൻഡാണ്. അവർക്കും ഇതുമാതിരി ബ്രീത്തബിൾ ആയിട്ടുള്ള കുറച്ച് ഔട്ട്ഫിറ്റ്സ് ആണ് ഉള്ളത്. ബ്രീത്തബിൾ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെന്താ വേറെ. അപ്പൊ ബ്രീത്തബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ചൂട് സമയത്ത് സമ്മർ ടൈമിലാണല്ലോ കേരളത്തിൽ കൂടുതൽ. അപ്പൊ അങ്ങനത്തെ ഇടാൻ പറ്റിയ കുറച്ച് ഔട്ട്ഫിറ്റ്സ് ആണ്. ഇങ്ങനത്തെ നല്ല പ്രിറ്റി ആയിട്ടുള്ള ഇങ്ങനത്തെ നല്ല പ്രിറ്റി ടോപ്സ് ഉണ്ട്. ഇതെല്ലാം അവർ ഡിസൈൻ ചെയ്യുന്നതാണ് കേട്ടോ. ഇതാണെങ്കിലും ഹാൻഡ് ക്രാഫ്റ്റ് ആണെങ്കിലും ഇതാ കണ്ടോ, ഇങ്ങനത്തെ നല്ല കുറച്ച് ഫാബിൻഡിയ ടച്ചൊക്കെ ഉള്ള ടൈപ്പുള്ള ടോപ്സ് ഉണ്ട്. അത് കൂടാതെ ഇവർക്ക് ഇതാ ഇങ്ങനത്തെ സൽവാർ സെറ്റും ഉണ്ട്. ഇങ്ങനത്തെ പൈജാമ. നിങ്ങൾ ഇതൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ പ്രിയക്ക് അറിയാത്തൊരു കാര്യം എനിക്ക് ഇവരെ കുറിച്ച് അറിയാം. എന്താ അത്? പ്രിയക്ക് ഇതിന്റെ 2 ലേഡീസ് ആണ് ഇതിന്റെ ഓണേഴ്സ്, അറിയാലോ, പാർട്ട്നേഴ്സ്. രണ്ടുപേരാന്ന് തോന്നുന്നു. ഇതിൽ ഒരു ഓണർ ആണ് വന്നത്. ആ ചേച്ചിയായിട്ട് സംസാരിച്ചു. ഷീസ് എ കോസ്റ്റ്യൂം ഡിസൈനർ. അത് അറിയില്ലായിരുന്നോ? ഇല്ല. ഓക്കെ, ഷീസ് എ ഫിലിം കോസ്റ്റ്യൂം ഡിസൈനർ. ഇന്ദ്രേട്ടന്റെ പടത്തിന് ചെയ്തിട്ടുണ്ട്. ആമയിലൊക്കെ കോസ്റ്റ്യൂം ഡിസൈനറിന്റെ ബ്രാൻഡാണിത്. അതുകൊണ്ട് ഇപ്പൊ കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഇന്ദ്രേട്ടൻ ഒരു പടം ചെയ്തുകൊണ്ട് അത് പറഞ്ഞതാ. അപ്പൊ നമ്മുടെ സിനിമക്കാരുടെ ഡ്രസ്സുകളും നമുക്ക് ഇവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അഫോർഡബിൾ റേറ്റ്സിൽ. അതെ, ഇതും ഭയങ്കര അഫോർഡബിൾ ആണ്. അഫോർഡബിൾ റേറ്റ്സിനാണ്. ഇങ്ങനത്തെ ഡെയിലി വെയർസ് ആണ് കൂടുതലും, അല്ലെ? ഡെയിലി വെയർസും സമ്മർ വെയർസും അവൈലബിൾ. അതെ, അഫോർഡബിൾ ആകുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കരുത്. കാരണം കൊടുക്കുന്ന റേറ്റിന് നല്ല ക്വാളിറ്റി ഡ്രസ് അതും കൂടെ ഉണ്ട്. അതെ, ഓക്കെ. അപ്പൊ അടുത്ത ആള് റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ ലുക്ക് ജോന് ഞാൻ ബനാറസി സാരിയാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ ബ്ലൗസിനോട് കൂടെ മാച്ച് ചെയ്തൊരു സാരി എടുക്കണമല്ലോ. അപ്പൊ നമുക്ക് സാരി കുറച്ച് ഗ്രേ ഷെയ്ഡ് ആയതുകൊണ്ട് കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് നമ്മൾ ബ്ലൗസ് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതേ ഷെയ്ഡ് തന്നെ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഡള്ളാവും. അപ്പൊ സാരിക്ക് ഒരു എടുപ്പ് തോന്നിക്കാൻ കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡാ ബ്ലൗസ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കൂടെ ഞാൻ കുറേ മാലകളൊക്കെ വെച്ച് നോക്കി. പക്ഷെ ആ ഒരു സാരിക്ക് ഒരു ഗെറ്റപ്പ് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഡബിൾ ചെയിൻ ആയിട്ടിരിക്കുന്നത്. ഇപ്പൊ ഇട്ടിരിക്കുന്ന ചെയിൻസ് രണ്ടും ഡബിൾ ചെയിൻ ലെയർ ചെയ്താണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതിന്റെ തന്നെ മാച്ച് ചെയ്ത കമ്മലുണ്ട്. ഇതും ഒരു ലൈക്ക് കല്യാണത്തിനൊക്കെ പോകുമ്പോ ഇടാൻ പറ്റിയ ഒരു ബനാറസി സാരിയാണ്. നല്ല ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. അപ്പോ ഈ ചെയിനിന്റെ ആ ഒരു ഗെറ്റപ്പിലാണ് ആ സാരിയുടെ ഒരു ലുക്ക് വരിക. അപ്പൊ ഇത്രയും ഡൾ സാരി എടുക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഓർണമെന്റ്സ് ഇട്ട് അതങ്ങ് എടുത്ത് നിർത്തുന്ന മാതിരി കാണിക്കണം. മനസ്സിലായ? അല്ലെങ്കിൽ എല്ലാം ഒരു ഡൾ ലുക്കായി പോകും. ഇതിപ്പോ എന്താണ് അഭിപ്രായം ജോയിന്റെ? അടിപൊളി. അത് പിന്നെ ഞാൻ അടുത്തേക്ക് പറയാൻ പറ്റുമോ? നന്നായിട്ടുണ്ട് കേട്ടോ. ക്യാമറ ഒരു സെൻസ് ഇല്ലാന്ന് പറയും അല്ലേ ഷൂട്ട് ചെയ്ത് വരുമ്പോ. അപ്പൊ ഇതാണ് ലുക്ക്. സാരീസ് കഴിഞ്ഞു. അടുത്തത് സൽവാർ. സൽവാറിൽ നമ്മള് വിഷ്ണുവിന് കൊടുത്തിരിക്കുന്ന ലെമൺ യെല്ലോ കളർ. യെല്ലോ കളർ, നല്ലൊരു ബ്രൈറ്റ് യെല്ലോ കളർ സൽവാറിന് കൂടെ മാച്ച് ചെയ്ത് ഇവിടെയൊക്കെ പേൾ വർക്കാ ചെയ്തിരിക്കുന്നത്. അതിനോട് മാച്ച് ചെയ്ത് ഞാൻ പേൾ കമ്മല കൊടുത്തു. നമ്മുടെ അല്ലേ ഷോപ്പ്, എന്താ കിട്ടാതെ വരിക? അതിന് മാച്ച് ചെയ്ത ചെരുപ്പുണ്ട്. കണ്ടോ, ഷെൽസ് വെച്ചിട്ടുണ്ട്. അപ്പോ അത് ഇവിടെയൊക്കെ കണ്ടോ പേൾ വർക്ക് ഉള്ളതുകൊണ്ടിട്ട് കുറച്ച് വലിയ കമ്മല ഞാൻ കൊടുത്തത്. എന്താ വെച്ചാൽ നെക്ക് ഇത്ര ചെറുതാണല്ലോ. അപ്പൊ മാല ഇട്ട ഭയങ്കര കൺജസ്റ്റഡ് ആവും. അപ്പൊ മാല ഇല്ലാതെ കമ്മല് വലുതാക്കി കൊടുത്തിരിക്കുന്നു. സൂപ്പർ ആയിട്ടുണ്ട്.
പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവരൊക്കെ ഇത്ര സുന്ദരികളായിട്ടിരിക്കുന്നത് മേക്കപ്പ് പോലും ഇല്ലാതെ കേട്ടാ. അപ്പൊ അത് ആലോചിച്ച് നോക്ക്, മേക്കപ്പും കൂടെ ഇട്ട് എന്തായിരിക്കും. മേക്കപ്പും ഹെയറും ഒന്നും ചെയ്തിട്ടില്ല, സ്റ്റോറി നിക്കുന്ന പോലെ ജസ്റ്റ് വന്ന് നിന്ന് എടുക്കുവാണ്. അപ്പൊ ഇവര് ഇങ്ങനൊക്കെ നിന്നാൽ എന്തായിരിക്കും അല്ലേ? അതെ. ഏതാണ് ഈ അറബി? ഇപ്പൊ നമ്മള് ദുബായിൽ നിന്ന് ഇറക്കിയതേ ഉള്ളൂ. ഇത് നമ്മുടെ സഹാല, നമ്മുടെ ആക്ച്വലി ഫസ്റ്റ് മോഡലാ, അറിയോ? അല്ല ആശിഷ് ഓർമ്മയില്ലേ, നമ്മള് ഫസ്റ്റ് റീല് ഷൂട്ട് ചെയ്തത്, ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയതാ. ഫസ്റ്റ് മോഡലാണ് നമ്മുടെ സ്റ്റാഫ് സഹാല. സഹാലയ്ക്ക് ഞാന് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്ലെയിൻ കഫ്താനല്ല, കഫ്താനാ കൊടുത്തിരിക്കുന്നത്. ഒരു വർക്കും ഇല്ലാത്ത എംബ്രോയിഡറി വർക്ക് അങ്ങനെയൊന്നുമല്ല. ഇത് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് നടക്കാൻ പറ്റിയ കഫ്താന്റെ കൂടെ അതിന് ഭയങ്കര പ്ലെയിൻ ആകാതിരിക്കാൻ ഒരു ചെയിൻ കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് പീസ് ആയിട്ട്. പിന്നെ അതിനോട് മാച്ച് ചെയ്ത് ജൂത്തീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രിയയുടെ എല്ലാം ഇതാണല്ലോ, വലിയ വലിയ സാധനങ്ങളാണല്ലോ, കമ്മലും മാല ഇയറിംഗ്സും. അത് എന്റെ ടേസ്റ്റ് അല്ലേ, വലിയ വലുത്. അതെന്താ അറിയോ, ഒരു സ്റ്റേറ്റ്മെന്റ് പീസ് ആകുമ്പോ എടുത്ത് നോക്കുമല്ലോ ആൾക്കാര്. ഡ്രസ്സ് സിമ്പിൾ ആവുമ്പോ കുറച്ച് സ്റ്റേറ്റ്മെന്റ് പീസസ് ഒക്കെ ഇറക്കാം. പിന്നെ ഒരു വലിയ റിങ്ങും, എന്ന് വെച്ചാൽ കയ്യില് വളയൊന്നും ഇല്ല, അപ്പൊ ഒരു റിങ്, വലിയ റിങ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയുണ്ട് സ്റ്റൈലിംഗ്? ഇവരും ഫാഷൻ ഡിസൈനേഴ്സ് ആയതുകൊണ്ട് നമുക്കും കുറച്ച് ചലഞ്ചിങ് ആണ് ശരിക്കും. നല്ല സ്ട്രോങ് ഒപ്പീനിയൻസ് ഉള്ളതാ. അപ്പൊ ഇനി കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ. പറ്റൂ. അടുത്ത സിമ്പിൾ ആയിപ്പോയോ? അതില്ല, ഞാൻ പറയാറുണ്ട് ഇവരൊക്കെ ഇത് മറ്റേ ഓഡീഷന്, സിനിമ ഓഡീഷന് പോകുന്ന പോലെ ഉണ്ടെന്ന് ഓരോരുത്തര്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഡെയിലി വെയർ സൽവാർ ആണ്. അതിന്റെ കൂടെ മാച്ച് ചെയ്ത് ഞാൻ ബ്ലാക്ക് മെറ്റലിന്റെ ഒരു ജിമിക്കിയും മാലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോ ഇത് നോർമൽ ഡെയിലി വെയർസ് ആയത് കൊണ്ടിട്ട് ഭയങ്കര ആഡംബരം കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കമ്മലും മാലയും കൂടെ ഇടിപ്പിച്ച്. മാലയും കൂടെ ഇടുമ്പോഴേ ആ കമ്മലിന് ഒരു ഭംഗിയുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര പ്ലെയിൻ ആയിപ്പോ. അതായിരുന്നു നിങ്ങൾ അടി, ഒരാൾക്ക് മാല ഇടണ്ട മാല ഇടണം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ അടിയായിരുന്നു അവിടെ. അപ്പൊ ഇതാണ് ഒരു ചിക്കൻ കറി വർക്ക് ഉള്ള ഒരു വൈറ്റ് സൽവാർ ആണ്. അതിന്റെ കൂടെ ഡബിൾ ഷെയ്ഡഡ് ആണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെല്ലാത്തിനും റേറ്റിംഗ് കൊടുക്കുക കേട്ടാ. നിങ്ങളുടെ ഫേവറേറ്റ് കമന്റ് ചെയ്യാം. പക്കായിരിക്കും, അതാ സത്യമായിട്ട് അല്ലേ. കോളേജ് ഗോയിങ്. പക്ഷെ കമ്മൽ ഞാൻ എപ്പോഴും വലുതേ കൊടുക്കുള്ളൂ, എന്താ വെച്ചാൽ എന്റെ ടേസ്റ്റ് വലിയ കമ്മലായത് കൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ചെറിയ ജിമ്മിക്കും ഇടാം, ബ്ലാക്ക് മെറ്റലിന്റെ. അപ്പൊ ഇങ്ങനത്തെ ജയ്പൂർ പ്രിന്റ്സിന് കൂടുതലും നിങ്ങൾ നോക്കേണ്ടത് ബ്ലാക്ക് മെറ്റലിന്റെ ജ്വല്ലറി ഇടാനാണ് നോക്കേണ്ടത്, ദാൻ വെയറിംഗ് ഗോൾഡ്. അപ്പോ അതൊരു എന്താ പറയാ, ഒരു ജയ്പൂർ ഒരു ലുക്കും ഒരു ഡൽഹി നോർത്ത് ഇന്ത്യൻ ലുക്കും കിട്ടും. അപ്പൊ എപ്പോഴും ബ്ലാക്ക് മെറ്റലിന്റെ ജ്വല്ലറി ആയിരിക്കണം ജയ്പൂർ പ്രിൻസിന് കൊടുക്കേണ്ടത്. അതെ, ചെരുപ്പ് നമ്മുടെ ഷോപ്പിലത്തെ ആണ്, കോലാപുരി ചപ്പൽസ്. അതിന്റെ ഇതും നമ്മുടെ ഷോപ്പിലത്തെ. ബാഗും ബാക്ക്ഗ്രൗണ്ടും മാച്ചിങ്. അപ്പോ ഇത് ടോട്ടൽ ഒരു കോളേജ് ഗോയിങ് ലുക്ക് ഉണ്ട്. ഞാൻ ശരിക്കും ബ്ലാക്ക് മെറ്റലിന്റെ ബാംഗിൾസ് ഇവിടെ ഇല്ല, അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പക്ക ആയിരുന്നു. പക്ഷെ ഇത് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ കോളേജിലെ താരം ആയിരിക്കും അല്ലേ? വാവ്, നൈസ് സൽവാർ, നൈസ് ജിമിക്കി. എല്ലാരും ചോദിക്കും നൈസ് ബാഗ്, നൈസ് ഷൂസ്. കോളേജിലുള്ള സമയത്ത് ഹാപ്പി സ്റ്റോർ ഉണ്ടായിരുന്നെങ്കിലോ അല്ലേ, തകർത്താനെ ഡെയിലി പുതിയ ഡ്രസ്. അടിപൊളി. ഓക്കെ, ഇങ്ങനത്തെ ഡ്രസ് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം അല്ലേ? അതെ, ഇത് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ നൈറ്റ് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ സ്റ്റൈലിഷ് ആയിട്ട് ഒരു മാലയും നല്ലൊരു. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഡ്രസ്സുകൾ കൂടുതൽ രഞ്ജിനി ഹരിദാസ്, രഞ്ജിനി ജോസ് അവരൊക്കെ ഇടുന്നതല്ലേ കണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇടാന്ന ആക്ച്വലി. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് പീസ് ഇതുമാതിരി ഒരു ചെയിനും കൊടുത്ത്, ഒരു നല്ലൊരു റിങ്ങും സ്റ്റേറ്റ്മെന്റ് പീസ് കൊടുത്ത്, ഒരു നല്ല അതായത് എടുത്തു നിൽക്കുന്ന ഒരു കളറായിരിക്കണം. അതാണ് അതിന്റെ ഹൈലൈറ്റ്. ആ ഡ്രസ്സിന് ഒരു ഹൈലൈറ്റ് കൊടുക്കാൻ ഒരു വേറിട്ട ഒരു ഇടിവെട്ട് കളർ ചെരുപ്പ് ഇടണം. ഡ്രസ് ചെയ്യാറുണ്ടോ പൊതുവെ? ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാറുണ്ട്. ഓക്കെ, അപ്പൊ ഇനി സഹാല നമ്മുടെ കൂടെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഡ്രസ്സിംഗ് സ്റ്റൈൽ തന്നെ മാറ്റാൻ പോവാ ഒരു ഹാപ്പി സ്റ്റോറിൽ. ഇനിയിപ്പോ നമ്മുടെ ഹാപ്പി സ്റ്റോറിലെ സ്റ്റാഫിനൊക്കെ പ്രിയ മാം ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സസ് ആയിരിക്കും. അതെ, നമ്മൾ കുറച്ച് റിനോവേഷൻ ചെയ്യണം അല്ലേ യൂണിഫോമിന്, സ്റ്റൈലിഷ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്. എന്തായാലും ദിസ് ഈസ് വെരി നൈസ്. ഓക്കെ, ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. മുതലാളിയുടെ ബ്രാൻഡാ ബാങ്കോക്ക് ഫാഷൻ ബുട്ടീക്ക്. ബാങ്കോക്ക് ഫാഷന്റെ ആണ് ഇത്. ആക്ച്വലി യു ക്യാൻ വെയർ ഇറ്റ് ആസ് എ ഷോർട്ട് ഡ്രസ്. അത് കൂടാതെ മോഡസ്റ്റ് വെയർ ആയിട്ട് വേണമെങ്കിൽ ജീൻസ്, ഡെനിമും. ജീൻസും നമ്മുടെ ജീൻസും അതിന്റെ കൂടെ ഞാൻ പെയർ ചെയ്ത് കൊടുത്തതാ. ഇഷ്ടപ്പെട്ടല്ലേ?
സൂപ്പർ അല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോ ഇതിന് ശരിക്കും അറബിയനായിട്ട് സഹാല ഒരു 1/2 കിലോ മേക്കപ്പിന് കുറവുണ്ടെന്നേ ഉള്ളൂ. ശരിയാ. പിന്നെ ചെരുപ്പും നമ്മുടെ തന്നെ ഷോപ്പിലത്തെയാണ്. അപ്പം ഇതൊരു സിമ്പിൾ എലഗന്റ് ലുക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതിന് അതൊന്നും മാച്ച് ആവും. ഈ ഡ്രസ് തന്നെയാണ് മലയെല്ലാം. അടിപൊളി കേട്ടാ. അപ്പൊ നമ്മുടെ ഫൈനൽ ഔട്ട്ഫിറ്റ് ആണ് ഇതും. നമ്മുടെ ബാങ്കോക്ക് ഫാഷൻ ബുട്ടീക്ക് ആണ് സംഭവം. ലൈക് സാരി, കാഷ്വൽ കുർത്താസ്, ഇപ്പൊ വെസ്റ്റേൺ എല്ലാം ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. എന്ത് വേണം. ഇത് നമ്മളൊരു ഫ്ലോയി നൈസ് കളർ ഒരു ഗൗണിന്റെ കൂടെ മുത്തു പിടിപ്പിച്ച ജാക്കറ്റ് കേട്ടോ. ഈ ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ? ഇത് പോവത്തില്ല. ഇത് കണ്ടോ, ഇത് ബാക്കില്. അപ്പൊ അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് ഡെനിമില്. അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് വന്നിട്ട് ജാക്കറ്റാ. അപ്പൊ ഇത് നമ്മള് എന്താ, ഞാനൊരു റിംഗ് ആണ് പ്രതീക്ഷിച്ച കമ്മല്, പക്ഷെ ഇവിടെ റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ചെറിയ കമ്മല് കൊടുത്തു. അധികം കമ്മല് ഇതിപ്പോ ഡെനിമ ഇതാണല്ലോ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പൊ ഓർണമെന്റ്സ് ഒന്നും ഇട്ടത് കുളവാക്കണ്ട. പിന്നെ ചെരുപ്പ് ഷെൽസിന്റെ ചെരുപ്പ് കൊടുത്തു ഇതിനോട് മാച്ച് ചെയ്ത്. ഇപ്പൊ നമ്മുടെ മോഡേൺ വെയറിലെ ജോനെ കാണാൻ എങ്ങനെയുണ്ട്? അതെ, സാരി ആണോ സൽവാറാണോ ഇങ്ങനത്തെ മോഡേണാണോ ചേരുന്നെന്ന് അല്ലേ? അപ്പൊ നമ്മൾ വെറും സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്. 10 ഡ്രസ്സിൽ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അവർക്കും ഇവിടെ വന്ന് നമ്മുടെ സ്റ്റൈലിസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റൈൽ ചെയ്ത് വേണമെങ്കിൽ കൊടുക്കും. ഇനി ഇഷ്ടംപോലെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. പക്ഷെ ഇവർക്കൊക്കെ സമയമായി വീട്ടിൽ പോകാനും മാത്രമല്ല നമുക്ക് എല്ലാ ഡ്രസ്സും ഇടിപ്പിക്കാനും ടൈം ഇല്ലാതെ ആയിപ്പോയി. അപ്പൊ നിങ്ങൾ ഇവിടെ നമ്മുടെ ഷോപ്പിൽ വന്ന് ഇതുമാതിരി ഇഷ്ടം പോലെ കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്കിനി വേദനയും ദിയനും കൊണ്ടുവരാനുള്ള ടൈം ആയിട്ടുണ്ട്. കിഡ്സിന്റെയും കുറെ പുതിയത് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ഫൺ അടിപൊളി വ്ളോഗ് ആയിരുന്നു. സ്റ്റാഫുകൾക്ക് ഒരു ബിഗ് തംസ് അപ്പ്. ഫുൾ വൈബ് അല്ലേ? നമ്മുടെ സെയിം വൈബ് ഞാൻ എടുത്തു കൊടുത്തു ഇട്ട് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഇല്ല അതിന്റെ അപ്പുറം അല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യാ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. നമ്മുടെ സ്റ്റാഫിന്റെ ഓരോരോ ഔട്ട്ഫിറ്റ്സും റേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് വേറൊരു അടിപൊളി വ്ളോഗ് ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.